ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനും അതേപോലെ കമ്പനി ബോർഡ് LGS എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കുമല്ലോ. അപ്പം ഞാനും മെയിനായിട്ട് ഈ 3 എക്സാമുകളാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനും LGSനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്സുകൾ ഈ ചാനലിൽ കൂടി നൽകാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പഠിക്കുന്ന സോഴ്സസ് ഏതൊക്കെയാണോ അപ്പോൾ ആ സോഴ്സസിൽ നിന്നുള്ള ക്ലാസ്സുകൾ ഞാൻ പഠിക്കുന്നതിനൊപ്പം തന്നെ ഒരു റീഡിംഗ് സെക്ഷൻ പോലെ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. ഒപ്പം നമ്മൾ അതിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും അതും നമ്മൾ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നതാണ്. ഒപ്പം ക്വസ്റ്റ്യൻ പേപ്പർ സെപ്പറേറ്റ് ആയിട്ടുള്ള അനാലിസിസും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഇത് 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഡിഗ്രി പ്രിലിംസിൻ്റെ. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായ യൂറോപ്യന്മാരുടെ ആഗമനം എന്നുള്ളതിൽ നിന്നുള്ള സെക്ഷനാണ്. അപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ്. ഇതിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ് ആൻസർ. അതായത് 1498 മെയ് മാസത്തിലാണ് വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തി. അപ്പോൾ 1498 മെയ് 20 കേട്ടോ വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയത്. കറക്റ്റ് തന്നെയാണ്. പിന്നെ 1500 പെട്രോ അൽവാർസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ 2ാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. അതും ശരിയാണ്. അപ്പം ആദ്യം വന്നത് വാസ്കോഡ ഗാമ, രണ്ടാമത് വന്നത് അൽവാറസ് കബ്രാളുമാണ്. പിന്നെ 1502 വാസ്കോഡ ഗാമ 2ാം തവണ കേരളത്തിലെത്തി. അതും ശരിയാണ്. പിന്നെ പോർച്ചുഗീസുകാർ കേരളം വിടുന്നത് വരെ കോലത്തിരിമാരുമായി അവർക്ക് സ്ഥിരം തുടർച്ചയുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. അതും കറക്റ്റാണ്. ഇതിന്റെ ആൻസർ എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നതാണ്. അതേപോലെ അടുത്തത് വരുന്നത് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെ ആണ് പരാജയപ്പെടുത്തിയത്? അത് ഡച്ചുകാരാണ്. അതിപ്പോ യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ വരുന്നതല്ല, എന്നാലും അത് ഡച്ചുകാരാണ് അതിന്റെ ആൻസർ. അടുത്ത താഴെ കൊടുത്തിരിക്കുന്നവയിൽ പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. അപ്പൊ അതിന്റെ ഓപ്ഷൻ പറയുന്നത് ആൻസർ A ആണ് കേട്ടോ. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഹെൻറിക് വാൻ റീഡിന്റെ ആണ്. അതേപോലെ മാമാങ്കം കിളിപ്പാട്ട് കാടാഞ്ചേരി നമ്പൂതിരിയുടേതാണ്. പിന്നെ പെരുമാൾ തിരുമൊഴി എന്ന ബുക്ക് കുലശേഖർ ആൾവാറിൻ്റെതാണ്. പിന്നെ തുഹത്തുൽ മുജാഹിദീൻ എന്ന ബുക്ക് ഷെയ്ഖ് സൈനുദ്ദീൻ്റെയാണ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. തുഹത്തുൽ മുജാഹിദീൻ എന്നൊക്കെ പറയുന്നത് ഈ യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ വരുന്ന സെക്ഷനാണ് കേട്ടോ. അത് ഹോർത്തൂസ് മലബാറിക്കസും പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നമുക്ക് പെരുമാൾ തിരുമൊഴി എന്നൊക്കെ തന്നെ കേൾക്കുമ്പോൾ അറിയാലോ, അതൊരു തമിഴ് പേരൊക്കെ ആയിട്ട് ബന്ധമില്ല. അപ്പൊ കുലശേഖർ ആൾവാർ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് പറഞ്ഞു കഴിഞ്ഞു. 2025 ക്വസ്റ്റ്യൻ പേപ്പറിന്റെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പോർച്ചുഗീസുകാരെ പറ്റി പറയാം. അത് യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ വരുന്ന പോർച്ചുഗീസുകാരെ പറ്റി പറയാം. അപ്പൊ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം: പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അതിനെ നമ്മൾ കോഡ ബീഫ്ര എന്ന് പഠിക്കാറുണ്ട്, നമ്മുടെ എളുപ്പത്തിലൊരു കോഡായിട്ട്. പിന്നെ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണ്. ഇന്ത്യ വിട്ടുപോയ അവസാന യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശ കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. AD 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ഇത് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കച്ചവട ബന്ധത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിൽ യൂറോപ്യന്മാർക്ക് കടൽ മാർഗം ഇന്ത്യയിലേക്കുള്ള ഒരു വാണിജ്യപാത കണ്ടെത്തുക ആവശ്യമായി വന്നു. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികളാരാണ്? ഡച്ചുകാർ. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ അഥവാ നെതർലൻഡുകാരാണ്. വെള്ളക്കാർ അഥവാ ശീമക്കാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ അഥവാ ഇംഗ്ലീഷുകാരാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ I
വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്നത് ആഫ്രിക്കയിലുള്ളൊരു സ്ഥലമാണ്. അതുവഴിയാണ് പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് എത്തിച്ചേർന്നത്. വാസ്കോ ഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് 1498 മെയ് 20 കോഴിക്കോട് കാപ്പാടാണ്. അപ്പൊ ഡേറ്റ് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ഡേറ്റ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളതാണ്. പോർച്ചുഗീസുകാർ കാപ്യ എന്ന് വിളിച്ചിരുന്ന പ്രദേശം കാപ്പാടാണ്. പോർച്ചുഗീസുകാർ കലൈപ്പറ്റ് എന്ന് വിളിച്ചിരുന്ന പ്രദേശം കോഴിക്കോടാണ്. വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൽ ഹോവാണ്. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ സെന്റ് ഗബ്രിയലാണ്. വാസ്കോ ഡ ഗാമയെ ആദ്യ യാത്രയിൽ അനുഗമിച്ച കപ്പലുകൾ സെന്റ് റാഫേൽ, ദി ബറിയോ. വാസ്കോ ഡ ഗാമ കോഴിക്കോട്ട് നഗരത്തിനടുത്തുള്ള കോവിലകത്തു ചെന്ന് സാമൂതിരിയെ സന്ദർശിച്ചെങ്കിലും അദ്ദേഹം കച്ചവടത്തോട് എതിർപ്പ് കാട്ടി. ഇതേ തുടർന്ന് 1498 ആഗസ്റ്റിൽ വാസ്കോ ഡ ഗാമയ്ക്ക് കോഴിക്കോട് വരേണ്ടി വന്നു. യാത്രാമധ്യേ അദ്ദേഹം കോലത്തിരി രാജാവിന്റെ ക്ഷണമനുസരിച്ച് കണ്ണൂരിൽ ഇറങ്ങി. അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലത്തിരി വാഗ്ദാനം ചെയ്തു. പോർച്ചുഗീസ് കപ്പലിൽ ചരക്കു കയറ്റുന്നതിനെ പറ്റി കോലത്തിരി വാസ്കോ ഡ ഗാമയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. വാസ്കോ ഡ ഗാമ 1498 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിൽ എത്തി. വാസ്കോ ഡ ഗാമയുടെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത്. പോർച്ചുഗീസുകാരുടെ കാർട്ടസ് ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന ഒരു പാസാണ് കാർട്ടസ്. ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലുകളും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി കാർട്ടസ് സ്വന്തമാക്കണമായിരുന്നു. കാർട്ടസിൽ കപ്പലിന്റെ വലിപ്പം, കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിന്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം എന്നീ വിവരങ്ങൾ ഉണ്ടായിരുന്നു. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളെ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. 1499 വാസ്കോ ഡ ഗാമ ലിസ്ബണിൽ എത്തിയ ശേഷം പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച പ്രതിനിധിയാണ് അൽവാരസ് കബ്രാൾ. അതായത് 1500 വന്നത്. സാമൂതിരിയുമായി ധാരണയിലെത്തിയ അൽവാരസ് കബ്രാളിന്റെ പ്രതിനിധി ആരാണ്? ഐറസ് കൊറിയ. കോഴിക്കോട്ടെ അറബികളുമായി ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് കബ്രാളിന്റെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സംഘം കൊച്ചിയിലെത്തിയത് 1500 ഡിസംബർ 25. കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ കൊച്ചി രാജാവ് അവർക്ക് അനുവാദം നൽകുകയും ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. വാസ്കോ ഡ ഗാമയ്ക്കും കബ്രാളിനും ശേഷം ഇന്ത്യയിലെത്തിയ മൂന്നാമത്തെ പോർച്ചുഗീസ് പര്യടന സംഘത്തിന് നേതൃത്വം നൽകിയത് ജാവോ ഡ നോവോ. വാസ്കോ ഡ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം 1502. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോ ഡ ഗാമയെ വിശേഷിപ്പിച്ചതാരാണ്? മാനുവൽ രാജാവ്. കൊച്ചി കോഴിക്കോട് യുദ്ധം. കൊച്ചി രാജാവിനും പോർച്ചുഗീസുകാർക്കും തമ്മിൽ വളർന്നു വന്ന സൗഹൃദം ഈ കോഴിക്കോട് സാമൂതിരിയെ അസ്വസ്ഥനാക്കി. എല്ലാ പോർച്ചുഗീസുകാരെയും കൊച്ചിയിൽ നിന്ന് പറഞ്ഞയക്കണമെന്ന് സാമൂതിരി കൊച്ചി രാജാവിന് സന്തോഷം അയച്ചെങ്കിലും കൊച്ചി രാജാവ് അത് നിരസിച്ചു. തുടർന്ന് 1503 മാർച്ച് 1 കോഴിക്കോട് സൈന്യം കൊച്ചിയിലേക്ക് നീങ്ങി. 1503 മാർച്ചിൽ കോഴിക്കോട് നിന്ന് കൊച്ചിയിൽ എത്തുകയും കൊച്ചിയിൽ ഇടപ്പള്ളിക്കോട്ട പ്രതിരോധിക്കുകയും ചേർന്ന പോർച്ചുഗീസ് നാവികനാണ് ലോറൻസോ മൗറിനോ. ലോറൻസോ മൗറിനോയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിന് നൽകിയ സൈന്യം സാമൂതിരിയുടെ സൈന്യത്തെ ചെറുക്കാൻ തുടങ്ങി. എന്നാൽ കരവഴിയും കടൽ വഴിയുമുള്ള സാമൂതിരിയുടെ സൈന്യത്തെ ചെറുക്കാൻ കൊച്ചിക്ക് കഴിഞ്ഞില്ല. തുടർന്നുള്ള യുദ്ധത്തിൽ കൊച്ചിയിലെ 3 രാജാക്കന്മാർ മരണപ്പെട്ടു. യുദ്ധഭയത്തെ തുടർന്ന് കൊച്ചി രാജാവ് അഭയം തേടിയ ക്ഷേത്രം എളങ്കുന്നപ്പുഴ ക്ഷേത്രം. മുസ്ലിം കച്ചവടക്കാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈജിപ്തിൽ നിന്ന് മിർ ഹുസൈന്റെ നേതൃത്വത്തിൽ അറബിക്കടലിൽ ചൗണി എന്ന സ്ഥലത്ത് വെച്ച് പോർച്ചുഗീസുകാരുടെ കപ്പലുകൾ ആക്രമിക്കുകയും പോർച്ചുഗീസുകാർക്ക് താൽക്കാലികമായി സമുദ്രാധിപത്യം നഷ്ടപ്പെടുകയും ചെയ്തു. ഫ്രാൻസിസ്കോ ഡി അൽമേഡനെ പറ്റി പറയുന്നത് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആയി വന്നതാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 നിയമിതനായി. ഇന്ത്യയിൽ നീലജല നയം ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ.
5 ദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി. അൽമേഡ കണ്ണൂർ കോട്ട, സെന്റ് ആഞ്ചലോസ് കോട്ട എന്നറിയപ്പെടും. ത്രികോണാകൃതിയിലുള്ള കോട്ടയാണ്. അതാണ് നിർമ്മിച്ചത്. അൽമേഡ നിർമ്മിച്ചതാണ് സെന്റ് ആഞ്ചലോസ് കോട്ട 1505. പോർച്ചുഗീസുകാരുടെ യഥാർത്ഥ ഉദ്ദേശവും താല്പര്യങ്ങളും സാമൂതിരി കൊച്ചി രാജാവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും കൊച്ചി രാജാവിന് അത് ബോധ്യപ്പെടുകയും പോർച്ചുഗീസുകാരോട് നീരസമുണ്ടാവുകയും ചെയ്തു. സാമൂതിരിയും കോലത്തിരിയുടെ പടയാളികളും ചേർന്ന് പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി സെന്റ് ആഞ്ചലോസ് കോട്ട വളയുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. നുനോ ഡ കുൻഹയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് നാവികരെത്തി ഉപരോധം തടയുകയും ചെയ്തു. ഇന്ത്യയിലെ 2ാമത്തെ വൈസ്രോയിയായി 1509 അൽബുക്കർക്ക് നിയമിതനാവുകയും ചെയ്തു. അപ്പൊ ആദ്യത്തെ വൈസ്രോയായി വന്നത് അൽമേഡ, 2ാമത് വൈസ്രോയിയായത് അൽബുക്കർക്ക്. 1503 പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് അൽബുക്കർക്ക്. അപ്പൊ സെന്റ് ആഞ്ചലസ് കോട്ട നിർമ്മിച്ചത് അൽമേഡ, പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് അൽബുക്കർക്ക്. ഇനി അൽബുക്കർക്കിനെ പറ്റി പറയാം. അൽബുക്കർക്ക് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം കോഴിക്കോട് നഗരം ആക്രമിക്കാൻ മാർഷൽ കുട്ടിൻഹോവിനെ ഏർപ്പെടുത്തി. സാമൂതിരിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടി ഈ കുട്ടിൻഹോവ് മരണപ്പെട്ടു. ഇന്ത്യയിലെ 2ാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ആര്? അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് അൽബുക്കർക്ക്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നത് അൽബുക്കർക്ക്. 1509 നിയമത്തിനായത്. ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം, അതായത് ഭാരതീയ സ്ത്രീകളെ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ വിവാഹം കഴിക്കുന്നതിനാണ് മിശ്ര കോളനി സമ്പ്രദായം എന്ന് പറയുന്നത്. ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരനാണ് അൽബുക്കർക്ക്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയിയാണ്. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തിയാണ്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. 1513 ഡിസംബറിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒരു സന്ധി ഉണ്ടാക്കി. ഈ സന്ധിയിലെ വ്യവസ്ഥ അനുസരിച്ച് പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട് സാമൂതിരി കൊച്ചിയിലെ നിരക്കിൽ കുരുമുളക് നൽകാൻ സമ്മതം മൂളി. അൽബുക്കർക്കും സാമൂതിരിയുമായാണ് ഈ സന്ധിയിൽ ഒപ്പുവെച്ചത്. ഇതിനെ കണ്ണൂർ സന്ധി എന്ന് വിളിക്കുന്നു. 1513 കണ്ണൂർ സന്ധി. അൽബുക്കർക്കും സാമൂതിരിയുമായാണ് ഈ സന്ധിയിൽ ഒപ്പുവെച്ചത്. പിന്നീട് വന്ന പോർച്ചുഗീസ് വൈസ്രോയിമാർ അശക്തരും അഴിമതിക്കാരുമായിരുന്നു. 1516 കൊല്ലം രാജ്ഞിയുമായി ഡ്രോഫോസോറസ് ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഇതനുസരിച്ച് പോർച്ചുഗീസുകാർക്ക് കൊച്ചിയിലെ നിരക്കിൽ കുരുമുളകും മറ്റു ചരക്കുകളും കൊല്ലം തുറമുഖത്ത് കിട്ടി. 1524 വാസ്കോ ഡ ഗാമ വീണ്ടും കേരളത്തിലെത്തി. 1524 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ച് അദ്ദേഹം മരിച്ചു. 1524 വാസ്കോ ഡ ഗാമ വീണ്ടും കേരളത്തിലെത്തി. അപ്പോൾ പുള്ളി വന്നത് വൈസ്രോയി ആയിട്ടാണ് കേട്ടോ. 1524 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ച് അദ്ദേഹം മരിച്ചു. കൊച്ചി നഗരത്തിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് ആദ്യം അദ്ദേഹത്തെ സംസ്കരിച്ചത്. പിന്നെ കുഞ്ഞാലിമരക്കാരുടെ ഉത്ഭവത്തെ കുറിച്ച് വ്യക്തമായ അറിവില്ല. അവർ കൊച്ചിയിലെ കടൽ കച്ചവടക്കാരായിരുന്നുവെന്നും പോർച്ചുഗീസുകാരുടെ വരവോടെ കൊച്ചി വിട്ട് സാമൂതിരിയുടെ നാട്ടിലെ പൊന്നാനിയിൽ എത്തിയെന്നുമാണ് ഐതിഹ്യം. പിന്നീട് കുഞ്ഞാലിമാർ സാമൂതിരിയുടെ നാവികസേനയിൽ അംഗമാവുകയും ചെയ്തു. കുട്ടി അഹമ്മദ് അലി 1524 കോഴിക്കോട് നാവിക സൈന്യം പോർച്ചുഗീസുകാർക്ക് വൻ നാശമുണ്ടാക്കിയത് കുട്ടി അഹമ്മദ് അലിയുടെ നേതൃത്വത്തിലാണ്. മിന്നിമായുന്ന ഭാരം കുറഞ്ഞ നൗകകളാണ് ഉപയോഗിച്ചിരുന്നത്. അടിച്ചിട്ട് കടന്നു കളയുക, ഹിറ്റ് ആൻഡ് റൺ എന്ന തന്ത്രം ഉപയോഗിച്ചു. 1525 ഹെൻറി ഡി മെനസസ് കുട്ടി അഹമ്മദ് അലിയെ പന്തലായിലി കൊല്ലത്ത് വെച്ച് ആക്രമിച്ചു. 1529 ന്യൂനോ ഡ കുൻഹ കേരളത്തിൽ നിയമിതനായി. ന്യൂനോ ഡ കുൻഹ 1531 ചാലിയം വെട്ടത്തു പുതിയ ഒരു കോട്ട നിർമ്മിച്ചു. ഈ കോട്ടയെ സാമൂതിരിയുടെ ഖണ്ഡത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിളിച്ചു. 1540 സാമൂതിരി പോർച്ചുഗീസുകാരുമായി ഒപ്പിട്ട ഉടമ്പടിയിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? തന്റെ രാജ്യത്തുണ്ടാകുന്ന കുരുമുളക് കൊച്ചിയിൽ നിരക്കിൽ നൽകണം. അറബിക്കപ്പലിന് പോർച്ചുഗീസുകാരുടെ കാർട്ടസ് നിർബന്ധമാണ്. അപ്പൊ തന്റെ രാജ്യത്തുണ്ടാകുന്ന കുരുമുളക് കൊച്ചിയിലെ നിരക്കിൽ നൽകണം. അറബിക്കപ്പലിന് പോർച്ചുഗീസുകാരുടെ കാർട്ടസ് നിർബന്ധമാണ്. സാമൂതിരി മറ്റ് രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുമ്പോൾ
നിഷ്പക്ഷത പാലിക്കണം. 1540 സന്ധിയെ വിളിക്കുന്ന പേരാണ് പൊന്നാനി സന്ധി. സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നവർ കുഞ്ഞാലി മരയ്ക്കാർ. കുഞ്ഞാലിമാരുടെ ആസ്ഥാനം കോട്ടയ്ക്കൽ, അതായത് പുതുപ്പണം കോട്ട. കുഞ്ഞാലി മരയ്ക്കാർ ഒന്നാമന്റെ യഥാർത്ഥ നാമം കുട്ടി അഹമ്മദ് അലി. കുഞ്ഞാലി മരയ്ക്കാർ രണ്ടാമന്റെ യഥാർത്ഥ നാമം കുട്ടി പോക്കർ അലി. കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമന്റെ യഥാർത്ഥ നാമം പട്ടുമരയ്ക്കാർ. കുഞ്ഞാലി മരയ്ക്കാർ നാലാമന്റെ യഥാർത്ഥ നാമം മുഹമ്മദ് അലി മരയ്ക്കാർ. കുഞ്ഞാലി മരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയങ്കോട്ട. കോഴിക്കോടാണുള്ളത് ചാലിയങ്കോട്ട. കുഞ്ഞാലി മരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസ് നിർമ്മിച്ച കോട്ട ചാലിയങ്കോട്ട, കോഴിക്കോടാണുള്ളത്. ചാലിയങ്കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ ആരാണ്? ന്യൂനോ ഡ കുൽഹ. സാമൂതിരിയിൽ നിന്നും പുതുപ്പണത് ഒരു കോട്ടയും പണ്ടകശാലയും നിർമ്മിക്കാൻ അനുമതി നേടിയതാരാണ്? കുഞ്ഞാലി മൂന്നാമൻ എന്നറിയപ്പെടുന്ന പട്ടുമരയ്ക്കാർ. മരയ്ക്കാർ കോട്ട അഥവാ പുതുപ്പണം കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ. AD 1571 ചാലിയങ്കോട്ട പിടിച്ചെടുക്കുകയും പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ. ഈ സമുദ്രത്തിലെ അധിപൻ, ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ നാലാമൻ. ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ നാലാമനാണ്. കുഞ്ഞാലി മരയ്ക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് 1600 കുഞ്ഞാലിമാരുടെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി, മുംബൈ. കുഞ്ഞാലി മരയ്ക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2000. കുഞ്ഞാലി മരയ്ക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങൽ, വടകര. പോർച്ചുഗീസുകാരിൽ നിന്നും മലയാള ഭാഷ സ്വീകരിച്ച പദങ്ങൾ എന്തെല്ലാമാണ്? മേസ്തിരി, ചാവി, വികാരി, ബെഞ്ച്, ചായ, റാന്തൽ, ജനൽ, മുറം, പതക്കം, ഫാക്ടറി, മേശ, കസേര, കുശിനി, വരാന്ത, വാതിൽ, അലമാര, അൾത്താര, സെമിത്തേരി, ലേലം, കപ്പിത്താൻ, കുരിശ്, ഡെസ്ക്, ദോശ, കുമ്പസാരം, ഗോഡൌൺ. ശാസ്ത്രീയമായ കൃഷിരീതി പോർച്ചുഗീസുകാർ ആവിഷ്കരിച്ചു. പോർച്ചുഗീസുകാരുടെ അധപ്പതനം എങ്ങനെയായിരുന്നു? പോർച്ചുഗീസുകാർ അഴിമതിക്കാരും സ്വജനപക്ഷകരുമായിരുന്നു. പോർച്ചുഗീസുകാരുടെ യഥാർത്ഥ ശക്തി അവരുടെ നാവിക ബലമായിരുന്നു. അത് പിന്നീട് മറ്റ് യൂറോപ്യൻ ശക്തികൾക്ക് കിട്ടിയതോടെ പോർച്ചുഗീസുകാരുടെ മേധാവിത്വം കുറഞ്ഞു വന്നു. പോർച്ചുഗീസുകാർ ക്രൂര മത നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഇത് പോർച്ചുഗീസുകാരുടെ അധപ്പതനത്തിന് കാരണമായി. ഉദയം പേരു 1599 കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ റോമൻ സഭയുടെ ആധിപത്യത്തിൽ കൊണ്ടുവരികയായിരുന്നു സുന്നഹദോസിന്റെ ലക്ഷ്യം. പിന്നെ കൂനൻ കുരിശു കലാപം 1653 മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിന്റെ മുമ്പിൽ നിന്ന് സുറിയാനി ക്രിസ്ത്യാനികൾ ഇനി മുതൽ ലത്തീൻ ബിഷപ്പുമാരെയോ റോമിലെ മാർപ്പാപ്പയോ അനുകരിക്കില്ലെന്നും ശപഥം ചെയ്തു. തോമസ് കോട്ട, പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. ഗോതിക് വാസ്തുവിദ്യ ശൈലി കൊണ്ടുവന്നു. കേരളത്തിൽ ആദ്യമായി അച്ചടി കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. വൈപ്പിനിലായിരുന്നു അച്ചടിശാല 1577. പൂർണ്ണമായും മലയാളം അച്ചടിച്ചിരുന്ന അച്ചടിശാലയാണ് CMS പ്രസ്, ബെഞ്ചമിൻ ബെയ്ലി 1821. അപ്പോ ഇത് ലക്ഷ്യയുടെ നോട്ടാണ്. ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനലിൽ ഇതിന്റെ PDF ലഭ്യമാണ് കേട്ടോ. അപ്പൊ ലക്ഷ്യ കേരള എന്നാണ് ടെലിഗ്രാം ചാനലിന്റെ പേര്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഈ PDF ഒക്കെ അതിൽ ലഭ്യമാണ്. അപ്പൊ നമുക്ക് ഒരുപാട് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള PDF നോട്ടുകളും SCRT നോട്ടുകളും ഒപ്പം റിവിഷനും മോക്ക് ടെസ്റ്റുകളൊക്കെ ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനലിലുണ്ട്. അപ്പോൾ ഇതുവരെ അത് കേട്ടിട്ടില്ലാത്തവർ ഈ ചാനലിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് തുടർന്നും നല്ല നല്ല വീഡിയോസ് ചെയ്യാം. മാത്രമല്ല നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് PDF കേട്ട് പഠിക്കാനുള്ള രീതിയിലും ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.